ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് നല്ല ചൂടുള്ള ഒഴിച്ചങ്ങ് കുതിരാനായിട്ട് വെക്കാമേ. പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണ്. ഇനി നല്ലോണം ഇതെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിട്ടതിന് ശേഷം വെള്ളവും അരിപ്പൊടി എല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഒന്ന് കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാമേ. അപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ അങ്ങ് ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിതങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും, കണ്ടല്ലോ. അപ്പോൾ അത് ചപ്പാത്തിയുടെ പരുവത്തിൽ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കൈ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം കയ്യിലേക്ക് നമുക്ക് ഓരോ ചെറിയ ചെറിയ ബൗൾസാക്കി എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബൗൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാമേ. ഇനി ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. നീളത്തിലെടുക്കാം, അല്ലാതെ നമ്മൾ ഇതേപോലെ റൗണ്ടാക്കി നമുക്ക് ഉരുട്ടിയെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ മാവും ചെറിയ ചെറിയ ബൗൾസാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല റെസിപ്പിയാണ്. നമുക്ക് എണ്ണയോ ഓയിലോ ഒന്നും അധികം യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കിയുള്ള മാവെല്ലാം അതേപോലെ അങ്ങ് ബൗളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് മാവിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കത് അതേ നല്ലോണം ഒരു ലൂസ് കൺസിസ്റ്റൻസി ഉള്ളതാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ അങ്ങ് വെള്ളമാക്കി നമുക്ക് എടുക്കാമേ. നമുക്ക് ആ ഒരു മാവിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്ത് കോരിയെടുക്കാമേ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതായത് 1 കപ്പ് അരിപ്പൊടിയുടെ ബൗളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് നമുക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ മൊത്തമായിട്ടും ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ആ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബൗൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബൗളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാമേ. കണ്ടല്ലോ, ഇത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അത്രയും സോഫ്റ്റുമാണ്, അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഇതെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് ശർക്കരപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും വെള്ളവും കൂടെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് കട്ടിയായി തുടങ്ങുകയെ. കട്ടിയാവുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലോണം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാമേ. നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, നമുക്കൊരു അര മുതൽ ഒരു 1/4 കപ്പ് വരെ പാല് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് പരുവത്തിനായിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂനട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാമേ. കണ്ടല്ലോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോ ബൗൾസായിട്ട് നമുക്ക് അങ്ങ് വായിലിട്ടാൽ അലിഞ്ഞു പോകും
പോകുന്ന തരത്തിലുള്ള ബൗളാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അതിരിക്കുന്നത്. അപ്പോൾ അത്രയും സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. എണ്ണയുടെ ആവശ്യമേ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിൽ ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പം എണ്ണ ഒന്നും ചേർക്കാത്ത നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. അതുകൂടാതെ മുൻപോട്ട് ഇട്ടിട്ടുള്ള എല്ലാം നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും തയ്യാറാക്കി നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു.